ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യനായകനായി വെങ്കി അള്ളൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ചിത്രത്തിന്റെ മൂന്നാമത്തെ ദിവസം കൂടിയായ ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. ഈ സിനിമയുടെ കേരള, തമിഴ്നാട്, റെസ്റ്റ് ഓഫ് ഇന്ത്യ, GCC ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ 2 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 19,98,00,000 രൂപയാണ്. തെലങ്കാനയിൽ 9,87,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രയിൽ കളക്ട് ചെയ്തത് 9,18,00,000 രൂപയാണ്. കർണാടകയിൽ 2 ദിവസം കൊണ്ട് 5,33,00,000 രൂപയും കേരളത്തിൽ 3,41,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 62 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി ആദ്യ 2 ദിവസം കൊണ്ട് 48,39,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. വിദേശത്ത് $3.46 മില്യൺ, ഏകദേശം 33,10,00,000 രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 81,49,00,000 രൂപയാണ്. അതേസമയം സിനിമയുടെ ഒഫീഷ്യൽ 100 കോടി പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് ഞായറാഴ്ചയോടെ മാത്രമേ സിനിമ 100 കോടിയിലേക്ക് എത്തപ്പെടുകയുള്ളൂ. ഇനി മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1,60,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ 5 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 42 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് 123 കോടി റേഞ്ചിലാണ് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വിസ്മയ മോഹൻലാൽ പ്രധാന താരമായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിയേറ്ററിലെ മലയാള സിനിമയാണ് തുടക്കം. സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 19,69,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ 1,35,00,000, തമിഴ്നാട്ടിൽ 35,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 71,00,000 എന്നിങ്ങനെ 22,10,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് $1.54 മില്യൺ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതായത് 14,63,00,000 രൂപ. അങ്ങനെ 9 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 36,73,00,000 രൂപയാണ് തുടക്കം നേടിയെടുത്തിട്ടുള്ളത്. ഇനി 10-ാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1,70,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 21,40,00,000 റേഞ്ചിലാണ്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 38,50,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ലോകേഷ് കനകരാജ് പ്രധാന താരമായി അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് DC. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1,94,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് 14,70,00,000 രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 9 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 16,76,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 10,29,00,000, കർണാടകയിൽ 6,64,00,000, ആന്ധ്രാപ്രദേശിൽ 5,84,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3,78,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ വരെ 58,01,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് $2.29 മില്യൺ, ഏകദേശം 21,80,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 9 ദിവസം കൊണ്ട് 79,81,00,000 രൂപയാണ് DC നേടിയെടുത്തിരിക്കുന്നത്. ഇനി 10-ാം ദിവസം എന്ന ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 1,90,00,000 റേഞ്ചിലാണ്. അങ്ങനെ 16,60,00,000 റേഞ്ചിലാണ് ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 6 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 86 കോടി റേഞ്ചിലാണ് ആദ്യ 10 ദിവസം കൊണ്ട് DC എത്തിച്ചേർന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ആവാ രാവൺ 2. നിതിൻ കക്കർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇമ്രാൻ ഹാഷ്മി, ദിഷ പട്ടാണി, ഷബാന ഹാസ്മി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 13,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് 14,78,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ദില്ലിയിൽ നിന്ന് 11,39,00,000, ഉത്തർപ്രദേശിൽ നിന്ന് 7,30,00,000, ഗുജറാത്തിൽ 6,47,00,000, മധ്യപ്രദേശിൽ 2,86,00,000, കർണാടകയിൽ 3,48,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് 67,15,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ഗ്രോസായി കിട്ടിയിരിക്കുന്നത് 73,01,00,000 രൂപയാണ്. ഇനി 3-ാം ദിവസവും വീക്കെൻഡും കൂടിയായി ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ത്യൻ ഗ്രോസായി ഇന്ന് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 42 കോടി റേഞ്ചിലാണ്. വേൾഡ് വൈഡ് ഗ്രോസായി 45 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 3 ദിവസം കൊണ്ട് 115 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 30-40 കോടി റേഞ്ചിൽ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ 3 ദിവസം കൊണ്ട് തന്നെ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ ബോളിവുഡ് സിനിമയാണ് ബട്ട്വാര 1947. രാജ്കുമാർ സന്തോഷ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ആമിർ ഖാനാണ്. സണ്ണി ഡിയോൾ, പ്രീതി സിൻഡ, ഷബാന ആസ്മി, കനിക കപൂർ, കരൺ ഡിയോൾ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 5,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് 22,91,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 26,41,00,000 രൂപയും നേടിയെടുത്തിരുന്നു. എന്നാൽ ഇന്നലെ ശനിയാഴ്ച അപേക്ഷിച്ച് ഇന്ന് ഞായറാഴ്ച കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് 8 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 10 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് 36 കോടിക്ക് മുകളിലാണ് ഈ സിനിമ ലോകമെമ്പാടുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മകുടം. വിശാൽ ഇരട്ട വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിരിക്കുന്നത് വിശാൽ തന്നെയാണ്. അഞ്ജലി, തുഷാര വിജയൻ, ജോൺ വിജയ്, ജയപ്രകാശ്, യോഗി ബാബു എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 91,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആന്ധ്രയിൽ 30,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 17,00,000, തെലങ്കാനയിൽ 13,00,000, കേരളത്തിൽ 5,00,000 എന്നിങ്ങനെ 1,56,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്.
2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 1,60,00,000 രൂപയുമാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 39 ലക്ഷം രൂപയാണ്. അങ്ങനെ 17 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 36,75,00,000 രൂപയുമാണ്. ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തത് 14,59,00,000 രൂപയായിരുന്നു. അങ്ങനെ 3D എക്സ്പെൻസ് ഉൾപ്പെടെ ഈ സിനിമ ഇന്ത്യയിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 619,88,00,000 രൂപയാണ്. 3D എക്സ്പെൻസ് ഒഴിവാക്കി 555,41,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 247,12,00,000 രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഈ സിനിമ ഇന്ത്യയിൽ നേടിയെടുത്തിരിക്കുന്നത്. ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ 10,25,500 രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 30 ദിവസം കൊണ്ട് കേരളത്തിൽ 13,66,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 236,32,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 236,32,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 98,22,00,000 രൂപ ഷെയറായും കിട്ടിയിട്ടുണ്ട്. $250 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി കളക്ട് ചെയ്തിരിക്കുന്നത് $1,183 മില്യൺ ആണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.